മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സ്ട്രീമിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഒരു ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സെക്ടറാണ് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു സ്കോപ്പ് മാത്രമാണ് നമ്മൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. പക്ഷേ അത്ര തന്നെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ 50% സിവിൽ അല്ലെങ്കിൽ 50% MEP എന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് GCCയിലോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏതൊരു രാജ്യത്താണെങ്കിലും ഇതിൻ്റെ റിക്വയർമെൻറ്റ്, അതായത് ഇതിലേക്കുള്ള ആൾക്കാരുടെ റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. സാധാരണ നമ്മൾ പറയുവാണെങ്കിൽ റെസ്റ്റ് ലോഡ് എന്ന് പറയുന്നത് ലൈറ്റ് റെസ്റ്റ് ലോഡാണ്. കാരണം അവിടെ ഓമിക് ലോ ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കറണ്ട് കൊടുക്കുന്ന സമയത്ത് അത് ഡയറക്റ്റ് ലൈറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ്. ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ നോർമലി നമ്മൾ കാൽക്കുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കാൽക്കുലേഷനാണ്. ഇപ്പോൾ ഈ കാൽക്കുലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡയലക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, ഇപ്പോൾ ലൈറ്റ് കാൽക്കുലേറ്റ് ആണെങ്കിൽ ഡയലക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെയിൻലി ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റിലോട്ട് പോകാം, പ്രൊജക്റ്റിൽ സൈറ്റിലോട്ട് പോകാം, പിന്നെ ഡിസൈൻ ഫീൽഡ് വർക്ക് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യാം. ഇതൊന്നും അല്ല, നമുക്ക് മെയിൻ്റനൻസ് ഫീൽഡിലാണ് ജോബ് കിട്ടുന്നതെങ്കിൽ 3 സെക്ഷനേ വരത്തുള്ളൂ. ഈ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്ക് ഇതിൻ്റെ ഏത് മേഖലയിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാം. ഹായ് ഓൾ, വെൽക്കം ടു കാരിയർ ടോക്ക് വിത്ത് പാർവതി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ഒരു MEP എക്സ്പേർട്ടാണ് അഖിൻ സർ. ഇന്ന് എന്നോടൊപ്പം തന്നെ നിങ്ങളുടെ MEPയുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം. സർ, വെൽക്കം ടു അവർ ഷോ. സർ, ഈ MEP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേൾക്കുമ്പോൾ മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, പ്ലംബിംഗ്, അതായത് സിവിലുണ്ട്, എല്ലാം കൂടി ആയിട്ട് ഒരു മെഷ്ഡ് ഫോം ആണല്ലോ. സത്യം പറഞ്ഞാൽ എന്താണ് MEP? മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, നമ്മളൊരു ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതിനെ പറയുന്നുണ്ട്. നമ്മളിത് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവുക കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് റിലേറ്റഡ്, അല്ലെങ്കിൽ ബിൽഡിങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിത് MEP എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവുക. ഇപ്പം MEPക്കകത്ത് തന്നെ ആണെങ്കിലും നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഡിവിഷൻ, അതിൽ കൂടുതലായിട്ട് നമ്മൾ HVAC, ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്, പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം, പിന്നെ ഫയർ ഫൈറ്റിംഗ്, ഇത് 3 നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഒരു ടേമിൽ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗം സെപ്പറേറ്റ്. കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാ എക്യുപ്മെൻസുകളും, അതായത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻസുകളും ഡിവൈസുകളും വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക്കലും കണക്റ്റഡ് ആണ് ഇതുമായിട്ട്. അതാണ് നമ്മൾ ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഒരു ഫീൽഡായിട്ട്. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇത് കേൾക്കുന്നത് കൺസ്ട്രക്ഷനിൽ ഇപ്പം പുതുതായിട്ട് വരുന്ന പ്രോജക്ട്സുകളിലൊക്കെ ജോബ് വേക്കൻസീസ്, MEP എഞ്ചിനീയർ, MEP സൂപ്പർവൈസർ അല്ലെങ്കിൽ MEP ടെക്നീഷ്യൻ, ഇതുപോലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ വേർഡ് കൂടുതലായിട്ട് നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഈ ഫീൽഡ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞിട്ടുള്ള BTech അല്ലെങ്കിൽ ഡിപ്ലോമ, ITI, ഈ ഒരു ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡ്, ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ശരിക്കും MEP എന്ന് പറയുന്നത്. അഖിൻ, അതുപോലെ നമ്മളുടെ എപ്പോഴും നോക്കുവാണെങ്കിൽ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിലാണല്ലോ MEP എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷനുമായിട്ട് MEPക്കുള്ള ഒരു റിലേഷൻ അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? അതെന്ന് പറയുന്നത് നമ്മളൊരു ബിൽഡിംഗ് എന്നൊരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഒന്ന് സ്ട്രക്ചറൽ ആയിട്ടുള്ള പാർട്ടാണ്. ഇപ്പം സിവിൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന സ്ട്രക്ചറൽ ആയിട്ടുള്ള ഭാഗം, അതായത് വിൻഡോ, ഡോർ, വാള്, അതുപോലെ തന്നെ നമ്മുടെ റൂഫ്, സീലിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിവിൽ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. മെയിൻലി നമുക്ക് ഒന്ന് ഇലക്ട്രിക് പവർ സപ്ലൈ, അത് ലൈറ്റിന് വേണ്ടിയുള്ള പവർ സപ്ലൈസും, അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ എക്യുപ്മെൻസുകൾ വർക്ക് ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിക്കൽ സപ്ലൈസ്, പവർ സപ്ലൈ എന്നാണ് നമ്മളതിന് പറയുന്നത്. അതുപോലെ തന്നെ HVAC പറയുന്നത് നമുക്ക് ബിൽഡിങ്ങിനുള്ള ഹീറ്റിംഗ് അല്ലെങ്കിൽ വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്, ഈ ഒരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ പ്രധാനപ്പെട്ട ഒരു ഫെസിലിറ്റിയാണ് പ്ലംബിംഗ് സിസ്റ്റം, ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള വാട്ടർ സപ്ലൈ സിസ്റ്റം, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം, ഈ യൂസ് ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റ് വാട്ടറിൻ്റെ തന്നെ ഡിസ്പോസലും CWA ട്രീറ്റ്മെൻറ്റും റിലേറ്റഡ് ആയിട്ടുള്ള പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ബിൽഡിങ്ങിൻ്റെ പ്രൊട്ടക്ഷൻ, ഫയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, അതാണ് നമ്മൾ സാധാരണ ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് എല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പം ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ, ഇത് തമ്മിൽ കോറിലേറ്റ് ആയിട്ടാണ് ഈ ഒരു സിസ്റ്റം എൻറ്റയർലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് മാത്രമാണ് നമുക്കൊരു ബിൽഡിംഗ് റഫ്ലി യൂസ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, അതായത് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയത്തും കൂടുതലായിട്ട് എഞ്ചിനീയേഴ്സിന് ആവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊജക്ട് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ഇനീഷ്യലി സ്റ്റേജിൽ എഞ്ചിനീയേഴ്സിന് അതുപോലെ തന്നെ ടെക്നീഷ്യൻസിന് ആവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, നമ്മളതിന് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഈ ഫെസിലിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ഓപ്പറേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിലും നമുക്ക് എഞ്ചിനീയറിംഗ് വിങ് ആണ് ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഹൈ റൈസ് ബിൽഡിംഗ് എടുത്താലും അതിനകത്തൊരു എഞ്ചിനീയറിംഗ് വിങ് ഉണ്ടാവും.
അപ്പം ഇങ്ങനെ നമ്മളൊരു മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സ്ട്രീമിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഒരു ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സെക്ടറാണ് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു സ്കോപ്പ് മാത്രമാണ് നമ്മൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. പക്ഷേ അത്ര തന്നെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ 50% സിവിൽ അല്ലെങ്കിൽ 50% MEP എന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് GCCയിലോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏതൊരു രാജ്യത്താണെങ്കിലും ഇതിൻ്റെ റിക്വയർമെൻറ്റ്, അതായത് ഇതിലേക്കുള്ള ആൾക്കാരുടെ റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. അതുപോലെ ഓൾറെഡി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള UAE പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ US പോലുള്ള സ്ഥലങ്ങളാണെങ്കിലും ഈ ഫെസിലിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്, അപ്പം അല്ലെങ്കിൽ ടെക്നീഷ്യൻസിന് ആവശ്യമുണ്ട്. അപ്പം ഈ MEP ടെക്നീഷ്യൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോബ് സെനാരിയോ എന്ന് പറയുന്നത് നമ്മൾ വേൾഡ് വൈൽഡാണ്. ലോകത്ത് എവിടെയൊക്കെയാണോ കൺസ്ട്രക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ ഹൈ റൈസ് ബിൽഡിങ്ങുകളുള്ളത്, ഇപ്പം എയർപോർട്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ്, മാളുകൾ, പിന്നെ ഹോട്ടൽസ്, ഈവൻ നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്രൂയിസ് ഷിപ്പുകളൊക്കെ ഉണ്ട്. ക്രൂയിസ് ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു ഫ്ലോട്ടിംഗ് 5-star ഹോട്ടലാണ് ക്രൂയിസ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ഓട്ടോമേഷൻ സിസ്റ്റവും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സ്, അത് മെയിൻലി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് കുറച്ചും കൂടെ ഇതിനായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എടുക്കാവുന്നതാണ് ഓട്ടോമേഷൻ. അതുപോലെ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതൊക്കെ ഇതിൻ്റെ കോറിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ഗ്രൂപ്പാണ് ശരിക്കും. നമ്മളിപ്പോൾ MEP എന്ന് പറയുന്ന സിമ്പിൾ കൺസെപ്റ്റ് അല്ല, ഇത് എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഇതിനെ എത്രയും ഫെസിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എത്രയും ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാറ് പറയുമ്പോൾ തന്നെ 1-2 തവണ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, HVAC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ HVAC എന്ന് പറഞ്ഞാൽ MEPയുടെ ഒരു പാർട്ടാണോ? എന്താണ് HVAC? ശരിക്കും MEPയിൽ നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഒരു ടേമില്ലേ, അതിൽ വരുന്ന ഒരു പാർട്ടാണ് ശരിക്കും HVAC എന്ന് പറയുന്നത്. HVAC എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ഇപ്പോൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ടെറൈനിൽ, നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ റീജിയനിലൊന്നും ഹീറ്റിംഗ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലോട്ടൊക്കെ പോകുന്നവരാണ്, ഇപ്പോൾ UK, US അല്ലെങ്കിൽ യൂറോപ്യൻ കണ്ടീഷനിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ ബിൽഡിംഗ് ഹീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഹീറ്റിംഗ് ഉണ്ട്. റൂം ഹീറ്റിങ്ങും ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങും നമ്മൾ ഫർണസ് ഉപയോഗിച്ചുള്ള ഹീറ്റിംഗ്, അതിൻ്റെ ഹീറ്റിങ്ങിന് ഒരുപാട് സിസ്റ്റംസും എഞ്ചിനീയറിംഗും ഉണ്ട്. അതാണ് ശരിക്കും ആ ഹീറ്റിംഗ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കിച്ചണിലെ വെന്റിലേഷൻ അല്ലെങ്കിൽ റൂമിലെ വെന്റിലേഷൻ പോലെ തന്നെ പാർക്കിംഗ് വെന്റിലേഷൻ, റോഡുകളിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും അണ്ടർഗ്രൗണ്ട് ടണലുള്ള വെന്റിലേഷൻ. അത് കൂടാതെ തന്നെ നമുക്ക് ഓരോ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടും വെന്റിലേഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അത് ASHRAE എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് വെന്റിലേഷൻ സ്റ്റാൻഡേർഡ്സ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ASHRAE എന്ന് പറയും, അമേരിക്കൻ സൊസൈറ്റി ഫോർ ഹീറ്റിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള വെന്റിലേഷൻ നമ്മൾ ബിൽഡിങ്സിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ശരിക്കും നമ്മൾ ആ വെന്റിലേഷനുള്ള പ്രോസസ്സിൽ. എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 3 പ്രോസസ്സുകളാണ് നമ്മൾ മെയിൻലി പറയുന്നത്. എയറിനെ കണ്ടീഷൻ ചെയ്യുക പറയുമ്പോൾ എയറിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, എയറിൻ്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ എയറിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക. അപ്പം ഇത് എന്ത് സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും ASHRAEയുടെ തന്നെ നോംസ് അനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള മേഖലയ്ക്ക് നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് HVAC എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി അത് മെക്കാനിക്കലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ സാധാരണ ഒരു MEP കമ്പനിയിലോട്ട് പോകുമ്പോൾ അവിടെ HVAC ഉണ്ടാവും, പ്ലംബിംഗ് വർക്ക് ഉണ്ടാവും, ഫയർ ഫൈറ്റിംഗ് വർക്ക് ഉണ്ടാവും. അപ്പോൾ HVAC മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ എന്ത് വർക്കാണോ നടക്കുന്നത്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ പ്ലംബിംഗ് ആയിരിക്കും നടക്കുന്നത്, അപ്പോൾ നമ്മൾ അതിൽ പാർട്ട് ചെയ്യേണ്ടി വരും. ഫയർ ഫൈറ്റിംഗ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ HVAC എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫോമിന് പകരം അതിൽ മെക്കാനിക്കൽ, എൻ്റയർ മെക്കാനിക്കൽ, അതായത് പ്ലംബിംഗ്, ഫയർ ഫൈറ്റിംഗ്, HVAC, ഇത് 3 കൂടെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവും. അപ്പോൾ ഇതാണ് HVAC എന്ന് പറയുന്ന വേർഡിൻ്റെ ഒരു മീനിങ് അതാണ്. പക്ഷേ നമ്മളത് പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജ്, ഫയർ ഫൈറ്റിംഗ്, HVAC എന്ന് പറയുന്ന 3 ഡിവിഷനായിട്ട് പറയുന്നുള്ളൂ. ഇത് MEPയുടെ തന്നെ ഒരു മെയിൻ കോർ പാർട്ടാണ്. പിന്നെ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജിയുടെ സപ്ലൈയും സിസ്റ്റം ഡിസൈനുമാണ് ഇലക്ട്രിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ശരിക്കും അത് മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും ആവശ്യമുള്ള ഇലക്ട്രിക്കൽ സപ്പോർട്ട്, അതാണ് ശരിക്കും നമ്മൾ അതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്ടായിട്ട് വരുന്നത്. പിന്നെ ലൈറ്റിംഗ്, അഡീഷണൽ ആയിട്ട് വരുന്ന ലൈറ്റിംഗ്, ഇലക്ട്രിക്കലിൽ മാത്രം വർക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ചിട്ട് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റമാണല്ലോ. അപ്പോൾ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ MEP എന്ന് പറയുന്നതിനകത്ത് വരുന്നത്? ഈ ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിലുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇപ്പം സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് നമുക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആക്സസിബിലിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്, പിന്നെ അവരുടെ അവൈലബിലിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതൊന്നും നമുക്കൊരു ബിൽഡിങ്ങിൽ ഒരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അത്
കെടുത്ത് അതൊരു ശരിക്കും പറയുന്നത് പ്രിവെൻഷൻ അല്ല, അതൊരു റെമഡി ആയിട്ടാണ് നമ്മളതിൽ ക്യൂർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ബിൽഡിങ്ങിൽ ഒരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടാവാതെ ബിൽഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രിവെൻഷൻ മെക്കാനിസമാണ് ശരിക്കും നമ്മൾ ഫയർ ഫൈറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൽ ഒരു ഫയർ സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൽ ആ ഒരു സ്പേസ്, ഇപ്പം നമ്മളൊരു സ്പേസ് പല രീതിയിലായിരിക്കും ബിൽഡിങ്ങിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ഒരു ഓഫീസ് റൂമാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക, ചില സ്ഥലത്ത് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ ഫയർ സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫയർ സിസ്റ്റം നമ്മൾ ഒരു ഫയറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെറ്റീരിയൽ ഫയർ ഫ്യൂലായി മാറുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് അവിടെ നമ്മൾ ഏത് ടൈപ്പ് ഫയർ സിസ്റ്റം കൊടുക്കണം എന്നുള്ളത് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് NFPA, നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പല ഡിവിഷൻസ് ഉണ്ട്. ഇപ്പം സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ ഹൈറൈസ് ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ വെറ്റ് സിസ്റ്റം, ഡ്രൈ സിസ്റ്റം, സ്പ്രിംഗ്ലർ സിസ്റ്റം, അതുപോലെ തന്നെ ഫോം സപ്രഷൻ സിസ്റ്റം, പിന്നെ അതേപോലെ തന്നെ ഡെല്യൂവ് സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടും വാട്ടർ ഉപയോഗിച്ചിട്ടും ന്യൂമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഫയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് എവിടെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ശരിക്കും നമ്മൾ ഫയറിൻ്റെ കൺസ്ട്രക്ഷൻ കോഡ് ബേസ് ചെയ്തിട്ടാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഡീപ്ലി പഠിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഡീപ്ലി വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ. അത് നമ്മൾ സിംപ്ലി കാണുമ്പോൾ നമ്മളൊരു റെഡ് പൈപ്പായിരിക്കും നമ്മൾ കോമൺലി കാണുക, പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പൈപ്പുകൾക്ക് പ്രത്യേകതകളുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ റൂമിൽ ഉപയോഗിക്കുന്ന ആയിരിക്കില്ല നമ്മളൊരു കിച്ചണിൽ കൊടുക്കുന്നത്, അതുപോലെ തന്നെ കിച്ചണിൽ കൊടുക്കുന്ന ആയിരിക്കില്ല നമ്മൾ വേറെ ഒരു ഓപ്പൺ സ്പേസിൽ കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ഇത് ശരിക്കും ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്ത് കൺസ്ട്രക്ഷൻ കോഡ് ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ച് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നമ്മൾ MEP വരുമ്പോൾ ഫയർ പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഒരു ഫയർ പ്രൊട്ടക്ഷൻ ബിൽഡിങ്ങിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധാരണ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലാണെങ്കിലും ഫയർ പ്രൊട്ടക്ഷൻ മസ്റ്റാണ്. സിവിൽ ഡിഫൻസിൻ്റെ അപ്രൂവൽ മസ്റ്റാണ് ബിൽഡിംഗ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈൻ പഠിക്കുക, നമ്മളത് ഇതിൻ്റെ കൂടെ തന്നെയാണ്, MEPയുടെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് സെപ്പറേറ്റ് ഒരു വിങ് അല്ല ചെയ്യുന്നത്, മെക്കാനിക്കൽ വിങ് തന്നെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ MEPയിൽ എപ്പോഴും ഫയർ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു വേർഡ് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ലിക്വിഡ്സിന്റെ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലംബിംഗ് സിസ്റ്റം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറീസ് വരുന്നുണ്ടോ, അതോ കോമൺ ആയിട്ടൊരു സിസ്റ്റം ആണോ, അതിനെ പറ്റി ഒന്ന് പറയാം. അല്ല, നമ്മളിപ്പോൾ ജനറലി പറയുമ്പോൾ പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലംബിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടൊരു കൺസെപ്റ്റ് ആയിരിക്കും. അതായത് നമ്മളൊരു വാട്ടർ ടാങ്ക്, ഓവർഹെഡ് ടാങ്ക് വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വെള്ളം എടുക്കുന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളൊരു ബിൽഡിംഗ് സാധാരണ എടുക്കുന്നത്. പക്ഷേ നമ്മൾ ബിൽഡിങ്ങിന്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരേ ബിൽഡിങ്ങിൽ തന്നെയുള്ള പല പല ലൊക്കേഷൻസോ അവിടുത്തെ ആക്ടിവിറ്റീസോ അനുസരിച്ചിട്ട് ഈ വാട്ടർ റിക്വയർമെന്റ് തന്നെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മളൊരു പെർ ക്യാപിറ്റ പെർ ഡേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ വാട്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ഫ്ലാറ്റിലോട്ടുള്ള ഡിഫറൻ്റ് ആയിരിക്കും, ഹോസ്പിറ്റലിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഹോസ്പിറ്റലിൽ തന്നെയാണ് ക്യാൻറ്റീനിൽ ഡിഫറൻ്റ് ആയിരിക്കും, ഓപ്പറേഷൻ തിയേറ്ററിൽ ഡിഫറൻ്റ് ആയിരിക്കും, വാർഡിൽ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ക്രൈറ്റീരിയാസ് ഉണ്ട്, ഡിസൈൻ കോഡുകളുണ്ട്. ഈ ഡിസൈൻ കോഡുകൾ പറയുന്ന വാട്ടർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ചുള്ള ടാങ്കുകൾ ഡിസൈൻ ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ പ്ലംബിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹോട്ട് വാട്ടർ സിസ്റ്റം ഉണ്ട്, കോൾഡ് വാട്ടർ സിസ്റ്റം ഉണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ, ഇപ്പോൾ യൂട്ടിലിറ്റിയിലേക്ക് ഉപയോഗിക്കുന്ന വാട്ടർ ഉണ്ട്, അതല്ലാതെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള ഫെസിലിറ്റീസുകളുണ്ടാവും ബിൽഡിങ്ങിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കിച്ചണിലോട്ട് ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല നമ്മൾ നോർമലി നമ്മൾ വേറെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നിനും സ്പെസിഫിക് ഡിസൈൻ ക്രൈറ്റീരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കോഡുകൾ പറയുന്നുണ്ട്. ഇന്ന ക്വാളിറ്റിയുള്ള വാട്ടറിൻ്റെ ക്വാളിറ്റി ഇന്നതായിരിക്കണം, യൂസ് ചെയ്യുന്ന പൈപ്പുകൾ ഇന്നതായിരിക്കണം, യൂസ് ചെയ്യുന്ന പമ്പുകളിൽ പോലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആൾക്കാണ് ഒരു പ്രൊജക്റ്റിൽ നമുക്ക് എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ വീട്ടിലൊരു ഡൊമസ്റ്റിക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടുത്തെ കോഴ്സിംഗ് സ്റ്റാൻഡേർഡ് ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ വാട്ടറിൻ്റെ ക്വാളിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ വാട്ടറിൻ്റെ പറയുകയാണെങ്കിൽ ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ്, പിന്നെ അതുപോലെ തന്നെ pH വാല്യൂ, അതുപോലെ തന്നെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും ഓരോ സ്ഥലത്തും. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിക്കുന്ന വെള്ളമായിരിക്കില്ല ഡ്രിങ്കിങ്ങിന് ഉപയോഗിക്കുന്നത്, അത് തന്നെ ആയിരിക്കില്ല നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇതനുസരിച്ച് ഓരോ സ്ഥലത്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മെഷീൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസ്, ഇതൊക്കെ പ്ലംബിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു മൾട്ടിപ്പിൾ ലെയറുള്ള സംഭവം. നമ്മൾ പ്ലംബിംഗ് ഒരു സിംഗിൾ വേർഡ് പറയുമ്പോഴും മൾട്ടിപ്പിൾ ലെയറുള്ള ഒരു ഡിവിഷനാണ് ശരിക്കും പ്ലംബിംഗ് എന്ന് പറയുന്നത്. ഡ്രെയിനേജിലോട്ട് വരുമ്പോഴും നമ്മൾ വേസ്റ്റ് വാട്ടർ സിസ്റ്റം ഉണ്ട്, വേസ്റ്റ് വാട്ടർ സർക്കുലേഷൻ സെപ്പറേറ്റ് ഉണ്ട്, സാനിറ്ററി വാട്ടറിൻ്റെ സർക്കുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പോസൽ വേറെ രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയും. അപ്പോൾ അവരുടെ കുറേ നോംസ് ഉണ്ട്. നമ്മൾ പൊല്യൂഷൻ വരാതിരിക്കാൻ, വാട്ടർ പൊല്യൂഷൻ വരാത്ത രീതിയിൽ ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ പണിയുന്നത്. ഇപ്പോൾ ബിൽഡിങ്ങുകളാണെങ്കിലും അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, ഇതൊക്കെ പ്ലംബിംഗ്
ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോം വാട്ടർ മാനേജ്മെൻറ്റ്, ഇതൊക്കെ പ്ലംബിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സിംപ്ലി ഒരു പ്ലംബിംഗ് എന്ന് പറഞ്ഞ വീടിനകത്ത് അതിൻ്റെ മൾട്ടിപ്പിൾ ലെയേഴ്സിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിലും പ്രത്യേകം നോളജ് ആവശ്യമാണ് ഇത് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്ലംബിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരെണ്ണം ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്. ഇപ്പം നമുക്കിപ്പം സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു അല്ലെങ്കിൽ AC വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണല്ലോ കോമൺ മാൻ അറിയുന്നുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് ഈ ഇലക്ട്രിക്കൽ സപ്ലൈസിനകത്ത് ബേസ്ഡ് ഓൺ നമ്മളുടെ ബിൽഡിംഗ് അനുസരിച്ച് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ? അതിനകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അത് നമ്മൾ പറയുമ്പോൾ ഒരു ഡൊമസ്റ്റിക് ബിൽഡിംഗ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിൽ 2 തരത്തിലുള്ള ലോഡുകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ലൈറ്റ് ഫാനുകളൊക്കെ ഒരു ലൈറ്റ് ലോഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതല്ലാതെ നമ്മളിപ്പം പവർ ലോഡിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, പമ്പ്, ഇതൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും നമ്മൾ അതിൻ്റെ സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ലൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന MCB ആയിരിക്കില്ല ഈ പറയുന്ന പവർ ലോഡിലേക്ക് ഉപയോഗിക്കുന്നത്. കാരണം ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ MCBയുടെ വർക്കിംഗ് തന്നെ MCB കർവ്സ് അനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിന് റെസിസ്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞ കാറ്റഗറി സാധാരണ നമ്മൾ പറയുവാണെങ്കിൽ റെസിസ്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റെസിസ്റ്റീവ് ലോഡാണ്. കാരണം അവിടെ ഓമിക് ലോ ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കറണ്ട് കൊടുക്കുന്ന സമയത്ത് അത് ഡയറക്റ്റ് ലൈറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് മാറുവാണ്. ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പമ്പ്, മോട്ടോഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പവർ ലോസ് കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ പവറിൻ്റെ സിറ്റുവേഷൻ തന്നെ 2 സ്ഥലത്തും മാറും. ഇപ്പോൾ ഫാൻ ഇടുമ്പോഴുള്ള എഫക്റ്റ് ആയിരിക്കില്ല നമ്മൾ ലൈറ്റ് ഇടുന്ന സമയത്ത് സർക്യൂട്ട് സംഭവിക്കുക. അപ്പോൾ ഈ എഫക്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ MCB സെലക്ട് ചെയ്യുന്നിടത്ത് തന്നെ ഈ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ലോഡിൽ നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് റെസിസ്റ്റീവ് ടൈപ്പാണെന്ന് പറയാം. പക്ഷേ എക്യുപ്മെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് 3 ഫേസ് കണക്ഷൻസ് വരുന്നുണ്ട്, സിംഗിൾ ഫേസ് കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ മെഷീൻസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ വരുന്ന എക്യുപ്മെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഡിസൈൻ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അത് ലോഡ് എസ്റ്റിമേഷൻ മുതൽ നമ്മൾ അതിൻ്റെ ഡിസൈൻ ഡ്രാഫ്റ്റിംഗ്, ഡോക്യുമെൻറ്റേഷൻ, അങ്ങനെ എല്ലാ സൈഡും കവർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസൈനായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഡിസൈനിൽ തന്നെയും ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ച് അത് മാറും. ഇപ്പോൾ ഒരു എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്പ്ലോഷൻ പ്രൂഫ് സ്വിച്ചുകൾ അല്ലെങ്കിൽ ഫയർ പ്രൂഫ് സ്വിച്ചുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് അത്ര ആവശ്യമില്ല. അപ്പോൾ ഒരു എഞ്ചിനീയർ വീട് ഡിസൈൻ ചെയ്യുന്നതും ഒരു ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്യുന്നതും ഒരു എയർപോർട്ട് ഡിസൈൻ ചെയ്യുന്നതും എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അവിടുത്തെ എക്യുപ്മെൻറ്റും അതുപോലെ തന്നെ സിറ്റുവേഷൻസും കണ്ടീഷൻസും അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇലക്ട്രിക്കൽ തന്നെ പറയുവാണെങ്കിൽ ഇൻസൈഡ് വെക്കുന്ന സ്വിച്ചുകൾ, പുറത്ത് വെക്കുന്ന സ്വിച്ചുകൾ നമ്മൾ IP റേറ്റിംഗിൽ വ്യത്യാസം ഉണ്ടാവും. ഇൻസൈഡിൽ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ, IP എന്ന് പറഞ്ഞാൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. അപ്പോൾ അത് ലോ വാല്യൂ ഉള്ള ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ ഉള്ളത് മതി. കാരണം നമുക്ക് വെള്ളം കയറുന്നില്ല അല്ലെങ്കിൽ പൊടി വരുന്നില്ല. പുറത്ത് നമ്മൾ വെക്കുമ്പോൾ IP ഒരു 67 എബോവ് ഉള്ളത്, അതായത് സോളിഡ് ആയിട്ടുള്ള ഡസ്റ്റ് കയറാത്തത് അല്ലെങ്കിൽ വാട്ടർ കയറാത്തത് ഈ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്തൊരു ഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈൻ സബ്മിറ്റ് ചെയ്യുന്നത് നമ്മളൊരു അതോറിറ്റിയുടെ മുമ്പിലായിരിക്കും. ഈ റൂൾസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്നുള്ളതും കൂടാണ് അതോറിറ്റി നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിനുള്ളൊരു അപ്രൂവൽ തരിക. നമ്മൾ പുറത്ത് വയ്ക്കുന്ന സ്വിച്ചിനകത്ത് ലോ റേറ്റ് IP ആണ് കൊടുത്തിരിക്കുന്നത്, അവരത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ഇടാൻ പറയും. അപ്പോൾ നമുക്ക് ആ നോളജ് ഉണ്ടെങ്കിലാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ടെക്നിക്കൽ നോളജ് ഇതിനകത്ത് നിന്ന് ഗെയിൻ ചെയ്തെടുക്കാനുണ്ട് ഒരുപാട്. അതാണ് നമ്മൾ ഡിസൈനിലൂടെ പഠിക്കുന്നത് മെയിൻലി. സാർ, ഇപ്പോൾ ഡിസൈനിൻ്റെ കാര്യം കുറേ തവണ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഡിസൈനിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ നോർമലി നമ്മൾ കാൽക്കുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കാൽക്കുലേഷനാണ്. ഇപ്പോൾ ഈ കാൽക്കുലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡയലക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, ഇപ്പോൾ ലൈറ്റ് കാൽക്കുലേറ്റ് ആണെങ്കിൽ ഡയലക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെയിൻലി ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ടൂൾസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇത് തന്നെയാണ്. നമ്മുടെ ഒരു തിയറട്ടിക്കൽ ബേസ് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. അതിൽ മെയിൻലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് എക്സലാണ്. എക്സൽ ഷീറ്റ് തന്നെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഡിസൈനൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് അതത് കമ്പനികൾ ഇപ്പം പല ബ്രാൻഡുകൾ അവരുടെ ഒരു വാല്യൂ ആയിട്ട് പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ ഡിസൈൻ ചെയ്ത് ഇറക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ HVACയുടെ കേസിലാണെങ്കിൽ ഹാപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, ഹവേർലി അനാലിസിസ് പ്രോഗ്രാം എന്ന് പറയും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ കാരിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി അവർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ലൈറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും കേബിൾ സൈസിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ പമ്പ് സെലക്ഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ഇതുപോലെ സോഫ്റ്റ്വെയർസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതത് കമ്പനികൾ പ്രൊഡക്റ്റായിട്ട്, അതായത് നമുക്ക് ആ സോഫ്റ്റ്വെയർ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ നോർമലി ഇത് ചെയ്യുന്ന സമയത്ത്, ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയേഴ്സ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്. പലരും നമ്മളൊരു ടൂൾ ഉപയോഗിക്കുന്ന പോലെയാണ്, നമുക്ക് ഇഷ്ടമുള്ള ടൂൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ചെയ്യുന്നത് മൊത്തത്തിൽ. അപ്പോൾ സാർ, എന്താണ് ഈ ഓട്ടോക്യാഡ്, റെവിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമ്മളിപ്പം ഓട്ടോക്യാഡ് എന്ന് പറയുന്നത് ശരിക്കും കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനാണ്. അത് ഓട്ടോഡെസ്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിത് മെയിൻലി ഉപയോഗിക്കുന്ന ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടി. ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, നമുക്കിപ്പോൾ ഒരു കാര്യങ്ങൾ സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കും. ചിലർ പറയും,
ചിലത് നമ്മൾ വരച്ചു കൊടുക്കുന്ന രീതി, അതിനാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിനായിട്ട് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മെയിൻലി പണ്ടൊക്കെ വരച്ചുകൊണ്ടിരുന്നത് ഡ്രാഫ്റ്ററൊക്കെ വെച്ചിട്ടായിരുന്നു, പെൻസിൽ, ഡ്രാഫ്റ്റർ, സ്കെയിലൊക്കെ വെച്ചിട്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടെ നമുക്കത് കുറച്ചും കൂടെ എളുപ്പത്തിൽ മോഡിഫൈ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്കതിനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഡ്രാഫ്റ്റിങ്ങിന്. അതിനുള്ളൊരു സോഫ്റ്റ്വെയറാണ് ഓട്ടോകാഡ് എന്ന് പറയുന്നത്. ഇത് 2Dയിലും 3Dയിലും നമുക്ക് ചെയ്യാൻ പറ്റും. 2D എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്ലാൻ എലവേഷനൊക്കെ വരയ്ക്കുന്ന 2D ഡ്രോയിങ് ആയിട്ട് ചെയ്യാം. 3Dയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മോഡലിംഗാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി ഓട്ടോകാഡ് 2D ആണ് MEP ഫീൽഡിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് 3D വരുന്ന നമുക്ക് പ്രൊഡക്റ്റ് ഡിസൈനിനേക്കാളും കൂടുതലായിട്ട് സിസ്റ്റം, അതായത് എൻ്റയർ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ വരയ്ക്കാനും അതിലുള്ള റൂട്ടിംഗ് വരയ്ക്കാനൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് 3D മോഡലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ റെവിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അത് ഓട്ടോഡെസ്കിൻ്റെയാണ്. റെവിറ്റ് MEP എന്ന് പറയുന്ന മോഡൽ, ഇതൊരു BIM സോഫ്റ്റ്വെയർ ആണ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയും. അപ്പോൾ റെവിറ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. റെവിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓട്ടോകാഡിൽ ഞാൻ സ്വിച്ച് വരച്ച് കഴിഞ്ഞാൽ അത് സ്വിച്ചാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ കാഡിലോട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇന്ന സ്വിച്ചാണ്, ഇന്ന റേറ്റിംഗ് ആണ്, ഇന്ന ആംബിയറാണ്, ഇത്ര വോൾട്ടേജ് ആണ്, നമ്മൾ തന്നെ കൊടുക്കുന്ന ഡാറ്റയാണ് അതിൻ്റെ അകത്തുള്ളത്. റെവിറ്റിൽ നേരെ തിരിച്ച് നമ്മളൊരു സ്വിച്ച് അത് മോഡൽ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് ആ ഡാറ്റാസ് ഉണ്ടാവും. ഈ സ്വിച്ച് എത്ര വോൾട്ടിൻ്റെ ആണ്, അല്ലെങ്കിൽ എത്ര ആംബിയറാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഏത് ടൈപ്പാണ്, DP ആണോ 3P ആണോ, ഇതൊക്കെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽഡിങ്ങിന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ട് നമ്മളിത് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ സ്ഥലത്തും ഓരോന്ന് ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ടോട്ടൽ കാൽക്കുലേഷൻ എടുക്കാൻ, ടോട്ടൽ എസ്റ്റിമേഷൻ എടുക്കാനും അതുപോലെ തന്നെ ടോട്ടലിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഇന്നത്തെ സ്റ്റോർഡ് ആയിരിക്കും. അപ്പോൾ അതാണ് അത് മാത്രമല്ല, ഈ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സ്വിച്ച് ഒരു ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാഡിലാണെങ്കിൽ നമ്മൾ വരച്ചുണ്ടാക്കി എടുക്കണം. ബിമ്മിലാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്വിച്ച് ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് തന്നെ സർക്യൂട്ട് ബിൽഡ് ചെയ്യും. അപ്പോൾ സർക്യൂട്ട് ബിൽഡ് ചെയ്യാനും അതിൻ്റെ എസ്റ്റിമേഷൻ എടുക്കാനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് റെവിറ്റാണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 സോഫ്റ്റ്വെയർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സമയത്ത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോകുന്ന സമയത്ത് ഓട്ടോകാഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഡിസൈനിലിരിക്കുന്ന സമയത്ത് റെവിറ്റ് MEP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഡിസൈനർ ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിലെല്ലാത്തിലും, അതായത് കാൽക്കുലേഷൻ മുതൽ ഡ്രാഫ്റ്റിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്രിപ്പ് വേണം. അതുകൊണ്ടാണ് ഈ 2 സോഫ്റ്റ്വെയർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫ്രഷറിൻ്റെ ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷറിന് MEPയിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഏത് ഫീൽഡിലും ആദ്യമായിട്ട് വരുന്ന ആളെ നമ്മൾ ഫ്രഷർ എന്നാണ് വിളിക്കുക. അപ്പം നമ്മളിപ്പോൾ ഞാനിപ്പം എൻ്റെ ഒരു റിലേറ്റീവ് വഴിയായിരിക്കും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ അവരെന്നെ എന്തെങ്കിലും ഒരു വർക്ക് അസൈൻ ചെയ്ത് വിടും. ചിലപ്പോൾ 1-2 വർഷം അവർ അസൈൻ ചെയ്ത് തരുന്ന ഒരു വർക്കിലായിരിക്കും ഞാൻ പോകുന്നത്. അത് MEPയുടെ ഒരു വലിയൊരു സെക്ടറിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഫ്രഷർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഔട്ട് എന്താ നടക്കുന്നുള്ള വലിയൊരു ധാരണ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫ്രഷറായിട്ട് പോകുന്ന ഒരാൾ ഓൾറെഡി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ തിയററ്റിക്കൽ അല്ലെങ്കിൽ ഡിസൈൻ സൈഡ്, പ്രാക്ടിക്കൽ സൈഡ് ഒരു പ്രൊജക്ട് ബേസ് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സെയിം ഒരു പ്രൊജക്ട് എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. ആ പ്രൊജക്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ അയാൾ ഫ്രഷർ അല്ല. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു 4 മാസമോ അല്ലെങ്കിൽ 6 മാസമോ സ്പെൻഡ് ചെയ്തിട്ട് MEP പഠിക്കുകയെന്ന് വിചാരിച്ചു. അതായത് ഇതിൻ്റെ HVACയുടെ ലോഡ് എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ കാൽക്കുലേഷൻസ്, ഡ്രാഫ്റ്റിംഗ് എല്ലാം പഠിച്ചു പോകുന്ന സമയത്ത് ഇത് പുതിയൊരു സാധനമല്ല. അത് ഓൾറെഡി 4 മാസം നമ്മൾ ഇൻഡസ്ട്രിയിൽ പോകാതെ തന്നെ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഡിസൈനും കാൽക്കുലേഷനൊക്കെ പഠിച്ചു കഴിയുമ്പോൾ പുതുതായിട്ട് അതിൻ്റെ ഏത് ഡിവിഷനിലേക്ക് നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ശരിക്കും നമ്മളൊരു കോഴ്സിൻ്റെ കൺസെപ്റ്റിൽ വിചാരിക്കുന്നത്. കോഴ്സിൻ്റെ കൺസെപ്റ്റിൽ നമുക്കൊരു ഫ്രഷർ എന്നുള്ള കൺസെപ്റ്റ് അവിടെ മാറും. നമ്മൾ ഫ്രഷറാണ് ആക്ച്വലി ഫീൽഡിൽ, പക്ഷേ നമുക്ക് ഓൾറെഡി അതിൻ്റെ അകത്ത് നോളജ് ഉണ്ട്. ഒരു വർക്ക് വന്ന് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഫ്രഷേഴ്സിന് ഇതിന് ചാൻസ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം നമ്മൾ ഫ്രഷറായിട്ടല്ല പോകുന്നത്. ഒരു MEP അറ്റൻഡ് ചെയ്ത് അല്ല MEP പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ആളൊരു കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ടാണ് അവരെ കൺസിഡർ ചെയ്യുക. നമ്മൾ വർക്ക് MEP എഞ്ചിനീയർ ആയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിസൈൻ നമുക്കൊരു ക്ലാസ് റൂമിൽ സ്റ്റഡിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഡിസൈൻ. ഡ്രാഫ്റ്റിംഗ് നമുക്കൊരു കമ്പ്യൂട്ടറും ഓട്ടോകാഡും അറിയാമെങ്കിൽ പറഞ്ഞു തരാൻ ഒരാളും ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റിംഗ് പഠിക്കാം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേ, ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റിൽ റിക്വയർമെൻറ്റ് വരുന്ന ഒരു ഭാഗമാണ് ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്നത്. അത് നമുക്കൊരു പ്രൊജക്റ്റിലോട്ട് എത്ര മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, അത് എങ്ങനെയൊക്കെ ഷെഡ്യൂൾ ചെയ്യണം, ഏതൊക്കെ ടൈം ലീഡ്സ്. ഇപ്പം നമുക്ക് ഇപ്പോൾ പമ്പ് ഓർഡർ ചെയ്യണം, നമ്മൾ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നവംബറിലായിരിക്കും, പക്ഷേ നമ്മൾ ഒക്ടോബറിൽ പമ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നവംബറിൽ പമ്പ് കിട്ടില്ല. അപ്പോൾ അതൊരു ലോങ് ലീഡ് ഐറ്റമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ജനുവരിയിൽ ഓർഡർ ചെയ്താലാണ് നവംബറിൽ ആ പമ്പ് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ലീഡ് ടൈം വെച്ചിട്ട്, അതായത് ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ഉള്ളത്, മിഡ് ടൈമിന് വേണ്ടത്, ലാസ്റ്റിലോട്ട് വേണ്ടത്, ഇതൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും കുറേയൊക്കെ, ഷെഡ്യൂളിംഗ് ഒക്കെ. അതുപോലെ തന്നെ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് പ്രൈസിംഗ് ആണ് അതിനകത്ത് വരുന്നത്. നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി സർവേ അറിയാവുന്ന ആൾക്ക് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് പിന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സീനേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ, ഡ്രാഫ്റ്റിംഗ്, ഡോക്യുമെൻറ്റേഷൻ, എസ്റ്റിമേഷൻ, ക്വാണ്ടിറ്റി സർവേ, ഇങ്ങനെ 5-6 പ്രൊഫൈൽ നമുക്ക് ഓൾറെഡി ഒരു 4-5 മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു ക്യാപ്പബിൾ ആയിട്ടാണ് പോകുന്നത്.
ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയിലോട്ട് ഒരാളെടുക്കും, ഇപ്പോൾ എന്നൊരു എംപ്ലോയർ ഇൻ്റർവ്യൂ ചെയ്തു, ഒരു എടുക്കുന്ന സമയത്ത് ആൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഇന്ന വർക്കുകൾ ചെയ്യണം. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്കറിയില്ല, അല്ലെങ്കിൽ അതറിയില്ല, ഞാനറിയില്ല എന്ന് പറയുമ്പം അത് അവർക്ക് പോസിബിൾ ആയിരിക്കില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല. ഗൾഫിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ 6 മാസം എന്തായാലും നമുക്കൊരു പ്രൊബേഷണറി ടൈം ഉണ്ട്. ഈ പ്രൊബേഷണറി ടൈമിൽ നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ജോബ് സെറ്റ് ആവുന്നത്, അതായത് കൺഫേം ആവുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 6 മാസം ട്രെയിനിങ് കിട്ടിയ ആൾക്ക് ഈ പ്രൊബേഷൻ ബ്രേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ 6 മാസം അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ആഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നോക്കുമ്പോൾ ട്രെയിനിങ് എടുത്തിട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിക്കും. സ്കിൽ ഓറിയന്റഡ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 60% എഫേർട്ടായി, അതായത് ഒരു ഫ്രഷർ എന്നുള്ള ഒരു ബാരിയർ നമ്മളവിടെ ബ്രേക്ക് ചെയ്യണം, നമ്മൾ കഴിഞ്ഞു തുടങ്ങുക. അതാണ് ഈ 6 മാസത്തെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ടൈമാണ്. നമുക്ക് മാക്സിമം പഠിച്ചെടുത്തിട്ട് പോവാം. പിന്നെ നമുക്ക് ഓൾറെഡി ഒരു ഗ്രിപ്പ് ഉള്ളതാകുന്ന സമയത്ത് പുതുതായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കൂടെ എളുപ്പമുണ്ട്. അപ്പോൾ അവിടുന്ന് പുതുതായിട്ട് എന്തെങ്കിലും വരുമ്പം അത് ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ്. മറ്റേ നമ്മൾ ഫ്രഷ് ആയിട്ട് കേൾക്കുവാണ് സൈറ്റ് ചെയ്യേണ്ട. നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് ഫ്രഷ് ആയിട്ട് കേൾക്കുന്നതും നമുക്ക് അറിഞ്ഞിട്ട് നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കമ്പനിക്ക് അത്രയും ബേർഡൻ കുറവാണ്. കാരണം സ്കിൽഡ് പേഴ്സണെ കമ്പനിക്ക് അത് ആക്സെപ്റ്റബിൾ ആണ്. പിന്നെ MEP എന്ന് പറയുന്ന ഒരു കോർ ഫീൽഡാണ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റിലോട്ട് പോകാം, പ്രൊജക്റ്റിൽ സൈറ്റിലോട്ട് പോകാം, പിന്നെ ഡിസൈൻ ഫീൽഡ് വർക്ക് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യാം. ഇതൊന്നും അല്ല, നമുക്കൊരു മെയിൻ്റനൻസ് ഫീൽഡിലാണ് ജോബ് കിട്ടുന്നതെങ്കിൽ 3 സെക്ഷനേ വരത്തുള്ളൂ. അത് ഒന്നുകിൽ ഇനീഷ്യൽ ഡിസൈനിലായിരിക്കും, അല്ലെങ്കിൽ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷൻ മെയിൻ്റനൻസ് സൈഡിലായിരിക്കും. ഈ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്ക് ഇതിൽ ഏത് മേഖലയിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാം. ഇപ്പോൾ പ്രൊജക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസിൽ കയറാം, മെയിൻ്റനൻസ് കിട്ടാത്തുണ്ടെങ്കിൽ ഇതിലോട്ട് പോകാം. അത് മാത്രമല്ല, നമുക്ക് സെയിൽസ് എന്ന് പറയുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ സെയിൽസ് എന്ന് പറയുമ്പോൾ മില്യൺസിൻ്റെ ബിസിനസ്സുകളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഏകദേശം ഒരു 60-70% ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന MEP-യിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അപ്പം നമ്മുടെ ഗൾഫിലോട്ടൊക്കെ പോകുമ്പോൾ മിക്കവാറും പേരും ഇപ്പം എഞ്ചിനീയറായിട്ട് ജോബ് വേണോ സെയിൽസിലോട്ട് വേണമെന്ന് വെച്ചാൽ അവർ സെയിൽസ് ആയിരിക്കും എടുക്കും. കാരണം നമുക്ക് കുറച്ചും കൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻസെൻറ്റീവ്സ് ഒക്കെ കിട്ടുന്നത് സെയിൽസ് ആയിരിക്കും. പക്ഷേ ഈ സെയിൽസിൽ പോകണമെങ്കിൽ നമുക്ക് ഈ നോളജ് വേണം. ഒരു പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാത്ത, അല്ലെങ്കിൽ നമ്മളൊരു പമ്പ് വിൽക്കാൻ വേണ്ടി പോകുന്നു, ഒരു പ്രൈവറ്റിൽ ഫയർ ഫൈറ്റിങ്ങിൻ്റെ പമ്പ് വിൽക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസ് അറിയാവുന്നവരാണ് ആ പമ്പ് അവിടെ സെല് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇപ്പം അവരുടെ പമ്പ് നമ്മുടെ പമ്പിൽ നമ്മുടെ വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഐറ്റം ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇതുമായിട്ട് നിരന്തരമായിട്ട് ബന്ധം വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഓറിയൻറ്റഡ് ശരിക്കും 6 മാസം കോഴ്സ് എടുക്കുന്നവർക്ക് സെയിൽസാണ് കുറച്ചും കൂടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. കാരണം അവർക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ടാവും, വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്നേ ഉള്ളൂ, ടെക്നിക്കൽ നോളജ് നന്നായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും ഈ 6 മാസം കൊണ്ട്. ഇവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പം സർട്ടിഫിക്കേഷൻ പറയുമ്പം നമ്മൾ ഗൾഫിലോട്ട് എഞ്ചിനീയർ ആയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ വിദേശത്തോട്ട് എഞ്ചിനീയർ ആയിട്ട് പോകുമ്പോൾ മെയിൻലി അവർ നോക്കുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അതിപ്പം BTech ഡിപ്ലോമ പോലുള്ള സർട്ടിഫിക്കേഷനാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് ഇപ്പം നമ്മളൊരു എഞ്ചിനീയർ എന്ന് പറയണമെങ്കിൽ നമുക്ക് BA ഉണ്ടായിട്ട് കാര്യമില്ല, BSc ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് BTech അല്ലെങ്കിൽ BE വേണം, അല്ലെങ്കിൽ MTech ME വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡിപ്ലോമക്കാർ പോകുന്ന സമയത്താണ് അവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അതാണ് അവരുടെ ടൈറ്റിൽ വരുന്നത്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, അത് നമ്മളിപ്പോൾ പോകുന്ന രാജ്യം, ഇപ്പോൾ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. പുറത്തോട്ട് പോകുന്ന സമയത്ത് അവർ ഇൻ്റർനാഷണലി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ നമ്മൾ TUV SUD ഒക്കെ പോലുള്ള സർട്ടിഫിക്കേഷൻസ് ആണെങ്കിൽ അതെല്ലാവർക്കും ഇൻഡസ്ട്രിയിൽ അറിയാവുന്ന ഒരു നെയിമാണ്. അപ്പോൾ TUV SUD എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ TUV സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഈ TUV സർട്ടിഫിക്കേഷനിൽ വരുന്നൊക്കെ ആയിരിക്കും. അപ്പം അതൊരു ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് അതുപോലുള്ള ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ കൂടുതലായിരിക്കും. നമ്മൾ നോർമലി പഠിച്ചു പോകുന്ന ഒരു സർട്ടിഫിക്കറ്റും ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം നമുക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് സർ, ഇത്രയും ഇൻഫർമേഷൻ നമ്മളുടെ കൂടെ ഷെയർ ചെയ്തതിന്. എന്നെ പോലെ തന്നെ നിങ്ങൾക്കും MEP റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളെല്ലാം തന്നെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറയുക. നമ്മൾ അതിനുള്ള ക്ലാരിഫിക്കേഷനുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.